അതിലൊന്ന് വിശ്വാസമുണ്ട്, അറിവുണ്ട്. അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെക്കുറിച്ചും എന്താണ് ആ വിഷയത്തിലുള്ള നിലപാടെന്നും ഞാൻ എങ്ങനെ ജീവിക്കണമെന്നും അറിയാത്തവരല്ല ഇന്ന് ഭൂരിപക്ഷ മുസ്ലിമീങ്ങളും. വെള്ളിയാഴ്ചയിൽ കേൾക്കുന്ന ഖുതുബകളും അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൂടെ കിട്ടുന്ന അറിവുകളും സ്വഹീഹായ വാക്കുകളിലൂടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്ന അറിവുകളും എങ്ങനെ ജീവിക്കണം ഒരു വിശ്വാസി, അവന്റെ സ്വർഗത്തിലേക്കുള്ള പാത എങ്ങനെ എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും ആ അറിവുകളുമായി ജീവിതത്തിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. നേടിയെടുത്ത അറിവുകൾ ഒരു തരത്തിലും ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താത്ത ആളുകൾ, അഥവാ നാട്ടിൽ പൂരങ്ങളുണ്ടോ അവരാ തറയിൽ പങ്കെടുക്കും, പൂരത്തിന് അവർ പോകും, ഗാനമേളയിൽ അവർ പങ്കെടുക്കും, സിനിമ അവർ കാണും, വൃത്തികെട്ട കാഴ്ചകളിൽ അവർ ആനന്ദം കണ്ടെത്തും. ഏതൊക്കെ വൃത്തികേടുകളുണ്ടോ അതിലൊക്കെ സന്തോഷം അവർ കണ്ടെത്തും. പേരിന് അവർ വിശ്വാസികളാണ്. അള്ളാഹുവിന്റെ മാർഗത്തെക്കുറിച്ച് അവർക്കറിയാം. ഓരോ വിഷയത്തെക്കുറിച്ചൊന്ന് പരിശോധിച്ചു നോക്കുക. ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, ഖൈറുൻ നിക്കാഹി ഐസുറുഹു, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കല്യാണത്തിൽ അള്ളാഹ് ഏറെ ഇഷ്ടപ്പെട്ട കല്യാണം ലളിതമായ അവനവന്റെ കഴിവിനനുസരിച്ചിട്ടുള്ള കല്യാണങ്ങളാണ്. ഇത് ബോധ്യപ്പെടാത്തവരല്ല നമ്മളാരും. പക്ഷേ കല്യാണം എന്ന് കേട്ടാൽ അത് ലക്ഷങ്ങൾ പൊടിപൊടിക്കാനുള്ള വേദിയായി നമ്മളിൽ പലരും തീരുമാനമെടുത്തു കഴിഞ്ഞു. വേണ്ടതും വേണ്ടാത്തത് വെച്ച് വിളമ്പാനും 10,000ങ്ങളുടെ ഡ്രസ്സ് വാങ്ങി വെറുതെ കളയാനും പട്ടുവസ്ത്രങ്ങൾക്ക് വേണ്ടി വെപ്രാളപ്പെടാനും നമ്മളെ കുടുംബങ്ങൾ തയ്യാറാകുമ്പോ അത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു രൂപത്തിൽ നമ്മൾ മാറിപ്പോകുമ്പോ നേടിയെടുത്ത വിശ്വാസത്വം കൊണ്ട് ഒരു മാറ്റവുമില്ലാതെ വിശ്വാസങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റാത്ത വെറും പടുജാഹിലീങ്ങളുടെ കൂട്ടത്തിലാണ് നമ്മൾ പലരും പലപ്പോഴും പെട്ടുപോകാറുള്ളത്. ഓരോ രംഗത്തും, വസ്ത്രധാരണ രംഗത്ത്, തന്റെ ജീവിത ശൈലികളിൽ, ഓരോ രംഗങ്ങളിലും നേടിയെടുത്ത വിശ്വാസത്തോടൊപ്പം നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ തിരുദൂതന്റെ സഹാബത്തോ, ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തതിനു ശേഷം വേഷം മാറി അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിയാൻ വേണ്ടി സഞ്ചരിച്ചു. ഒരുപാട് യാത്ര ചെയ്യുന്നതിനിടയിൽ കാലുകൾ വ്രണപ്പെടുകയും അവസാനം തീരുമാനമെടുത്തു, ഒരു കുതിരയെ തൻ്റെ വാഹനമായി ഉപയോഗിക്കാം. കിട്ടിയ പണം കൊണ്ട് മദീനയിലെ തെരുവിൽ ചെന്ന് അദ്ദേഹം ലക്ഷണമൊത്തൊരു കുതിരയെ വാങ്ങി. ആ കുതിരപ്പുറത്ത് കയറി അല്പം മുൻപോട്ട് യാത്ര തുടങ്ങി. മുൻപിലെത്തിയ കുതിര ഉടനെ കാൽമുട്ടുകളിൽ മണലിലേക്ക് വീണ് മുഖം കുത്തി വീണു. വീണ്ടും കുതിരയെ എഴുന്നേൽപ്പിച്ച് നിർത്തി ആ കുതിരപ്പുറത്ത് കയറി അല്പം കൂടി മുൻപോട്ട് നടന്നു. കുതിര മുഖം കുത്തി വീണു. ആ കുതിരക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് അതിനെ പിടിച്ച് തിരിച്ച് കച്ചവടക്കാരന്റെ അരികിലെത്തി. എന്നിട്ട് ഓർമ്മപ്പെടുത്തി, സഹോദര, ഈ കുതിരയെ എന്റെ ഉപയോഗത്തിന് പറ്റില്ല, അതുകൊണ്ട് താങ്കൾ ഇതിനെ തിരിച്ചെടുക്കണം, മറ്റൊന്നിനെനിക്ക് പകരം നൽകണം, അല്ലെങ്കിൽ എന്റെ പണം എനിക്ക് തിരിച്ചു നൽകണം. കടയുടമ തിരിച്ചോർമ്മപ്പെടുത്തി, ഉമർ, ഞാൻ ആ കുതിരയെ നിങ്ങൾക്ക് വിൽക്കുമ്പോ അതിന് യാതൊരു കുഴപ്പങ്ങളുമില്ലായിരുന്നു, നിങ്ങൾ പരിശോധിച്ചിട്ടാണ് ആ കുതിരയെ തെരഞ്ഞെടുത്തത് അല്ലേ ഉമർ? ആണ് സഹോദര, എങ്കിൽ ആ കുതിരയെ ഞാൻ തിരിച്ചെടുക്കില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് സങ്കടത്തോടെ ഓർമ്മപ്പെടുത്തി, സഹോദര, എന്റെ ഉപയോഗം നടക്കുന്നില്ല, ആ കുതിരയെ എനിക്ക് മാറ്റിത്തരണം. ആരാ മനുഷ്യരെ ഇത് പറയുന്നത്? കൈസർ ചക്രവർത്തിമാര് പോലും ഭയപ്പെട്ടു പോയിരുന്ന അമീറുൽ മുഅ്മിനീൻ, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമ, പറയുന്നത് ചിന്തിക്കുകയും ആ ചിന്തിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലെ തെരുവിലെ ഒരു കച്ചവടക്കാരന്റെ മുൻപിൽ വിനയാന്വിതനായി സങ്കടത്തോടെ വീണ്ടും ചോദിച്ചു, സഹോദര, ഇതൊന്നും എനിക്ക് മാറ്റി നൽകണം. കച്ചവടക്കാരൻ മാറ്റിക്കൊടുക്കുന്നില്ല. അവസാനം സങ്കടപ്പെട്ടിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലൂടെ അബ്ദുല്ലാഹ് ഇബ്നു ശുറൈഹ് എന്ന സ്വഹാബി നടന്നുപോയി. അബ്ദുല്ലാഹ് ഇബ്നു ശുറൈഹിനെ അരികിലേക്ക് വിളിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, അബ്ദുല്ലാ, എന്റെയും കച്ചവടക്കാരന്റെയും ഇടയിൽ താങ്കൾ ഒരു വിധി നിശ്ചയിക്കണം, നീതിപൂർവമായൊരു വിധി. വിവരങ്ങൾ അന്വേഷിച്ച അബ്ദുല്ലാഹ് ഇബ്നു ശുറൈഹ് കാര്യം ഉമർ ഇബ്നുൽ ഖത്താബിനോട് അന്വേഷിച്ചു. ശേഷം കച്ചവടക്കാരനോട് അന്വേഷിച്ചു. എന്നിട്ട് രണ്ടുപേരോടും ചോദിച്ചു, അല്ല കച്ചവടക്കാരാ, ആ കുതിരയെ വിൽക്കുമ്പോ അതിന്റെ ന്യൂനതകൾ മറച്ചു വെച്ചിട്ടാണോ നീ ഉമറിന് വിറ്റത്? കച്ചവടക്കാരൻ, അല്ല, ഞാൻ അതിനൊരു കുഴപ്പവുമില്ലാതെയാ ഉമർ റളിയല്ലാഹു അൻഹുവിന് നൽകിയത്. ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദിച്ചു, ഉമർ, താങ്കൾ അതിനെ വാങ്ങുമ്പോ എന്തെങ്കിലും പോരായ്മ കണ്ടിരുന്നോ? ഇല്ല അബ്ദുല്ലാ, ഒരു പോരായ്മയും ഞാൻ കണ്ടിട്ടില്ല. എങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു ശുറൈഹ് വിധിച്ചു, അല്ലയോ ഉമർ,
കുഴപ്പമില്ലാത്തൊരു കുതിരയെയാണ് ആ കച്ചവടക്കാരൻ താങ്കൾക്ക് തന്നതെങ്കിൽ, ആ കുഴപ്പമില്ലാത്ത ന്യൂനതകളില്ലാത്തൊരു കുതിരയെ തിരിച്ചു കൊടുക്കാത്ത കാലത്തോളം അതിന്റെ സമ്പത്ത് നിങ്ങൾക്ക് ഹലാലല്ല. അതും പറഞ്ഞ് തിരിച്ചു പോകുന്ന അബ്ദുല്ലാഹിബ്നു ശുറൈഹിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് ഓർമ്മപ്പെടുത്തി, അബ്ദുല്ലാ, ഇതിലും നല്ലൊരു വിധി ഇസ്ലാമിൽ ഇല്ല അബ്ദുല്ലാ. അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു തിരിച്ചോദിക്കൊടുത്തത്, വലാ യജ്രിമന്നകും ശൻആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു. ഒരു ജനതയോടുള്ള വെറുപ്പ്, ഒരു വ്യക്തിയോടുള്ള വിദ്വേഷം, ആ ജനതയോടും വിഭാഗത്തോടും അനീതി ചെയ്യാൻ നിങ്ങൾക്ക് പ്രേരകമാകരുത് എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് പഠിച്ച എന്റെ വിധി, എന്റെ തീരുമാനം, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ അബ്ദുല്ലാഹിബ്നു ശുറൈഹിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇസ്ലാം മുൻപോട്ട് വെക്കുന്നതും. നേടിയെടുക്കുന്ന വിശ്വാസത്തോടൊപ്പം ഞാൻ നേടിയെടുത്ത വിശ്വാസത്തിൽ മരണം വരെ എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അടിയുറച്ചു നിൽക്കാനുള്ള മനസ്സിന്റെ പക്വത. കാരണങ്ങൾ മാറി വരുമ്പോ അയകൊയമ്പൻ നിലപാടുകൾ സ്വീകരിച്ച് ആർക്കൊക്കെയോ വേണ്ടി തീരുമാനങ്ങൾ മാറ്റുന്ന ഒരു വിശ്വാസിയെ അല്ല ലോകത്തിന്റെ തിരുദൂതൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഏതു പ്രതിസന്ധിയിലും ആ വിശ്വാസത്തോടൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസിയെ, അതല്ലേ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതും, ഏതൊരു കാര്യത്തെക്കുറിച്ച് അള്ളാഹു നിങ്ങൾക്ക് അറിയിച്ചു തന്നയോ ആ അറിയിക്കപ്പെട്ട വിഷയത്തിൽ അള്ളാഹുവിന്റെ കൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിങ്ങൾ കുറച്ചു നിൽക്കാൻ സാധിക്കണം. അതാണ് വിശ്വാസം. അതാണ് നിങ്ങളുടെ വിശ്വാസവും. ജീവിതത്തോട് ഒട്ടി നിൽക്കുമ്പോ അതിനെ ജീവിതം കൊണ്ട് കാഴ്ചവെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതും. രണ്ടാമതൊരു കൂട്ടരുണ്ട്, അറിവുണ്ട്, അമലുകളും ചെയ്യും, പക്ഷേ ആ അമലുകളുമായി, ഈമാനും വിശ്വാസവുമായി യാതൊരുവിധ ബന്ധങ്ങളും ഉണ്ടാവില്ല. പിന്നെന്തിനാ ആ അമലുകളുമായി ബന്ധപ്പെടുന്നത്? ഞാൻ അത്യാവശ്യം ദീനിന്റെ ആളാ, തരക്കേടില്ലാതെ ഈ വിഷയത്തിലൊക്കെ ഇടപെടുന്ന വ്യക്തിയാ, ലക്ഷ്യം എല്ലാ രംഗത്തുമുണ്ട് എന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നാട്ടിലെത്തുമ്പോ സുബഹിക്ക് പള്ളിയിൽ പോകും. കാരണം ചിലരുടേത് മൊത്തത്തിലുള്ള ആക്ഷേപങ്ങളല്ല. ചില ആളുകളുടെ ലക്ഷ്യം ഞാൻ ഈ പള്ളിയും അങ്ങനെയുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധമുള്ളവരാണ് എന്ന് മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി. ഇതൊരു അനുഭവത്തിന്റെ കഥയാ. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മഹല്ലിലെ ഒരു ഖുർആൻ ക്ലാസ്സിൽ ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി മഹല്ലിലുള്ള പല വീട്ടിലും കയറി ചെന്ന ഒരു വീട്ടിൽ ഭർത്താവിനോട് വിഷയം പറഞ്ഞു. സ്ത്രീകൾക്കാണ് ഖുർആൻ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത്, പുരുഷന്മാർക്ക് മുൻപേ ഉള്ളത് തുടർന്നു പോരുന്നുണ്ട്. ആ സംസാരത്തിനിടയിൽ അകത്തിരിക്കുന്ന ഭാര്യയെ നോക്കി പുറത്തിരിക്കുന്ന സജീവ പ്രവർത്തകൻ തിരിച്ചു പറഞ്ഞൊരു മറുപടി, അവളോട് ഞാൻ പറയാറുണ്ട് ഒന്ന് ഖുർആൻ ക്ലാസ്സിനൊക്കെ ഒന്ന് പോണം, മകള് പ്രായപൂർത്തിയായിട്ട് വരികയാ, മകളങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാ, ഒരു നല്ല ആലോചനകളൊക്കെ വരുമ്പോ ദീനുമായിട്ട് ബന്ധമുള്ള ഒരു കുടുംബാണെന്ന് സമൂഹത്തിന് തോന്നണമെങ്കിൽ ഖുർആൻ ക്ലാസ്സിലും കാര്യങ്ങളിലൊക്കെ ഒന്ന് പങ്കെടുക്കണമെന്ന് ഞാൻ പറഞ്ഞൊഴിഞ്ഞതാ, ഇനി നിങ്ങൾ അങ്ങ് പറഞ്ഞു നോക്കി എന്ന് പറയുന്നൊരു മനോസ്ഥിതി. ഈ വിഷയത്തിലൊക്കെ ഇടപെടൽ തരക്കേടില്ലാത്തൊരു പേരുണ്ടാക്കാനും സ്ഥാനമുണ്ടാക്കാനും ഈ വിഷയത്തിൽ സജീവതയുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും, അതിനല്ല അള്ളാഹുവിന്റെ മതം. ലോകത്തിന്റെ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയ ഒരു സത്യമുണ്ട്. നാട്ടിൽ നിങ്ങൾക്ക് വിലയില്ലെങ്കിലും, സമൂഹം നിങ്ങൾക്ക് വില കൽപ്പിച്ചിട്ടില്ലെങ്കിലും, ആരുടെ കണ്ണിൽ നിങ്ങൾക്ക് വിലയില്ലെങ്കിലും റബ്ബിന്റെ കണ്ണിൽ വിലയുണ്ടാക്കാൻ പരിശ്രമിക്കണം. ആര് നിങ്ങളെ പിന്തിരിഞ്ഞു കുത്തിയാലും, ആരൊക്കെ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യാൻ ശ്രമിച്ചാലും, നിങ്ങൾക്ക് എന്തൊക്കെ വാരിക്കോരി നൽകാൻ ആരൊക്കെ നിങ്ങൾക്കുണ്ടെന്ന് ചിന്തിച്ചാലും, സൃഷ്ടാവിന്റെ തൃപ്തിയും ആ റബ്ബിന്റെ കാരുണ്യവും ഇല്ലാത്ത കാലത്തോളം ഈ ഭൂലോകത്തുള്ള ഒരു പുൽക്കൊടിക്ക് പോലും നിങ്ങൾക്കൊന്നും എത്തിച്ചു തരാനും നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കാനും സാധിക്കുകയില്ല. അതുകൊണ്ട് നേടിയെടുക്കുന്ന വിശ്വാസം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ഇന്ന് ആ രൂപങ്ങളിൽ കച്ചവട രംഗത്തുള്ള പുരോഗതിക്ക് വേണ്ടി മതത്തിന്റെ ആളായിക്കൂടുന്ന ആളുകളുണ്ട്. ഇന്ന ഗ്രൂപ്പിന്റെ വിഭാഗത്തിന്റെ ആളായി കൂടിയാൽ ഇന്ന കച്ചവടത്തിൽ എന്റേതായ ചില ചുറ്റുപാടുകൾ വരും. പലപ്പോഴും രഹസ്യമായ പരസ്യമായ സംസാരങ്ങളിൽ ഓരോരുത്തരും പ്രകടിപ്പിക്കാറുണ്ട്, ഇതിന്റെ ആളായി കൂടിയാൽ വാടക ഇനത്തിൽ, വാടക സ്റ്റോർ വിഭാഗത്തിൽ നമ്മളെ തന്നെ ആശ്രയിക്കൂ, ഇന്ന വിഭാഗത്തിന്റെ പരിപാടി മുഴുവൻ നമുക്ക് കിട്ടും. അതിനുവേണ്ടി മതരംഗത്തിടപെടുന്ന ആളുകൾ, നാട്ടിൽ 5 പൈസയുടെ വിലയില്ലെങ്കിലും മതത്തിന്റെ ആളായി കൂടിയാൽ നാട്ടിൽ വിലയുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ, അതിനൊക്കെ വേണ്ടി അള്ളാഹുവിന്റെ മതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോ ലോകത്തിന്റെ സൃഷ്ടാവ് ഓർമ്മപ്പെടുത്തി, അള്ളാഹുവിന്റെ ദീനിൽ നേടിയെടുക്കുന്ന വിശ്വാസം പാരത്രിക ലോകത്തെ മുൻനിർത്തി സ്വന്തം മനസ്സിൽ സ്ഥാപിച്ച് കർമ്മങ്ങളെ കൊണ്ട് സത്യപ്പെടുത്താൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന പുഞ്ചിരിക്ക് പോലും
ലോകത്തിന്റെ റബ്ബ് നമുക്ക് പ്രതിഫലം നൽകില്ല. കാരണം അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, മറ്റൊരാളുടെ മുഖത്തേക്ക് നോക്കി റബ്ബിന്റെ വജ്ഹ് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ പുഞ്ചിരിക്കുന്നതെങ്കിൽ ആ പുഞ്ചിരിക്ക് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അതല്ലാതെ തമ്മിൽ മനസ്സിൽ അലോഗ്യം കൊണ്ട് നടന്ന് തമ്മിൽ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന പുഞ്ചിരിയെ പോലെ കാപട്യമുള്ള മനസ്സ്, കറയുള്ള മനസ്സ്, പരദൂഷണങ്ങളും പകയും വെറുപ്പും വിദ്വേഷവും അഹന്തയും അഹങ്കാരവും പുച്ഛവും പൊങ്ങച്ചവും ഏഷണിയും പരദൂഷണവും ഇതുമായി നടക്കുന്ന മനസ്സ്, അതുമായി നിങ്ങൾ സമൂഹത്തിൽ ഇടപെട്ടാൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ തൃപ്തിയില്ല എന്ന് ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ആ ഹൃദയത്തിലേക്ക് വിശ്വാസം കയറാനും നേടിയെടുക്കുന്ന വിശ്വാസം പ്രവർത്തനത്തിൽ കൊണ്ടുവരാനും പലപ്പോഴും നമുക്ക് സാധിക്കാതായി പോകുന്നത്. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയല്ലോ, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സ്വാരിഹിം ഇശാവ. അവരുടെ കേൾവികളിലും അവരുടെ കാഴ്ചകളിലും അവരുടെ ചിന്തകളിലും അള്ളാഹു ഒരു മൂടി വെച്ചിരിക്കുന്നു. ഏതാണ് ആ മൂടി? വിശ്വാസം ജീവിതവുമായി ബന്ധമില്ലാത്തൊരു മൂടി. വിശ്വാസമുണ്ട്, അറിവുണ്ട്, ജീവിതത്തോട് ബന്ധങ്ങളില്ല. ആ മൂടി തന്റെ വിശ്വാസ രംഗത്ത് നിന്ന് പറച്ചു മാറ്റാത്ത കാലത്തോളം നമ്മൾ ഒരുപാട് വയലുകൾ കേൾക്കും, ഒരുപാട് ഖുതുബകൾ കേൾക്കും. ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ പുറത്തേക്ക് വിട്ട് ആസ്വദിച്ച് അഭിപ്രായ പ്രകടനം നടത്തി മാർക്കിട്ട് വിലയിരുത്തി തിരിച്ചെഴുന്നേറ്റ് പോകുമ്പോ റബ്ബിന്റെ കണ്ണിൽ നമ്മൾ പടുവിഡ്ഢികളാ. അള്ളാഹു ഓർമ്മപ്പെടുത്തിയ ബനൂ ഇസ്രായേലിനെ പോലെ കമസലിൽ ഹിമാരി, ഗ്രന്ഥം ചുമക്കുന്ന കൈതകൾ. കളവ് പറയാൻ പാടില്ലെന്ന് അറിവുണ്ടായിട്ടും കളവിൽ തന്നെ ജീവിക്കുന്ന മനുഷ്യർ, ഇന്നത് ചെയ്യരുത് എന്ന് ഓർമ്മയുണ്ടായിട്ടും അതിൽ ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യർ, ഹറാമാക്കപ്പെട്ട കാഴ്ചകളിലേക്ക് പോകരുത്, വൃത്തികെട്ട കേൾവികളിലേക്ക് ചെവികൾ വെച്ചു കൊടുക്കരുത് എന്ന് ബോധ്യപ്പെട്ടിട്ടും അതിനോട് നീതി കാണിക്കാൻ പറ്റാത്തവർ, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഏഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ വരണമെന്ന് പഠിച്ചിട്ടും അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് അവ്വൽ വക്തിന് എത്തിപ്പെടാൻ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ചെന്നെത്താൻ പറ്റാത്ത ആളുകൾ. ഇങ്ങനെ ഓരോ രംഗത്തും വിശ്വാസവും ജീവിതവും രണ്ട് രൂപങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ മതത്തിൽ വിശ്വാസത്തിൽ ഉൾപ്പെടുന്നവൻ അതിന്റെ പരിപൂർണതയോടെ ആഹാരം പ്രതീക്ഷിച്ചിട്ടല്ല എങ്കിൽ മാരകമായ ശിക്ഷയോടൊപ്പം അപമാനകരമായൊരവസ്ഥ പാരത്രിക ലോകത്ത് അക്കൂട്ടർക്കുണ്ടാകും എന്ന് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അന്ത്യനാളിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന അക്കൂട്ടരായ ആളുകൾ, വിശ്വാസം ഒരു വഴിക്കും ജീവിതം മറുവഴിക്കും പോകുന്ന ആളുകൾ, ഇന്നല്ലാഹ തബാറക വ തആല ഇദാ കാന യൗമുൽ ഖിയാമത്തി, അല്ലാഹുവിന്റെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ യൻസിലു ഇലൽ ഇബാദി ലിയഖ്ലിയ ബൈനഹും, അവർക്കിടയിൽ വിചാരണ കൽപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല തീരുമാനിക്കും. വകുല്ല ഉമ്മത്തിൻ ജാസിയതൻ, മുഴുവൻ ഉമ്മത്തും മുട്ടുകുത്തി അള്ളാഹുവിന്റെ മുൻപിൽ നിൽക്കുന്നവരായിരിക്കും. ഈ കാണുന്ന ഭൂലോകത്തെ പോലെയല്ല. ലോകത്ത് എത്ര അമ്പിയാക്കളുണ്ടോ, എത്ര മനുഷ്യരുണ്ടോ, അവരോരോരുത്തരും ആ ഉമ്മത്തിന്റെ മുൻപിൽ തലകുമ്പിട്ടുകൊണ്ട് റബ്ബിന്റെ മുൻപിൽ നിൽക്കുമ്പോ ഫഅവ്വല മൻ യദഉ ബിഹി റജുലുൻ ജമഅൽ ഖുർആൻ, ഖുർആനിന്റെ ആളായി മതത്തിന്റെ വ്യക്തിയായി ചമഞ്ഞ ഒരാളെ അല്ലാഹു തആല അടുത്തേക്ക് വിളിക്കും. അവൻ ഖുർആനിന്റെ ആളായിരുന്നു, അള്ളാന്റെ ദീനിന്റെ വ്യക്തിയായിരുന്നു. കേൾക്കാൻ അവൻ ചെന്നിട്ടുണ്ട്, ഒരുപാട് അവൻ പഠിച്ചിട്ടുണ്ട്, ഖുർആൻ അവൻ ഓതിയിട്ടുണ്ട്. അങ്ങനെ അള്ളാന്റെ ഖുർആനിന്റെ ആള് എന്നുള്ള നിലക്ക് ഭൂലോകത്ത് ജീവിച്ചു മരിച്ച ഒരാളെ അല്ലാഹു തആല അടുത്തേക്ക് വിളിക്കും. ഫയഖൂലുല്ലാഹു ലിൽ ഖാരിഇ, എന്നിട്ട് അവനോട് അല്ലാഹു തആല ചോദിക്കും, അലം ഉഅല്ലിംക മാ അൻസൽതു അലാ റസൂലി, എന്റെ റസൂലിലൂടെ ഞാൻ അവതരിപ്പിച്ച എന്റെ വേദഗ്രന്ഥത്തെ കുറിച്ച് നിനക്കറിവ് കിട്ടിയിട്ടില്ലായിരുന്നോ? ആ അള്ളാഹുവിന്റെ വാക്കുകളെ പറ്റി നീ പഠിച്ചിട്ടില്ലായിരുന്നോ? 6000-ൽ പരം വരുന്ന ആയത്തുകളിലൂടെ ഇന്ന് മനുഷ്യൻ ജീവിക്കുന്ന സകല മേഖലകളിലും വ്യക്തമായി വേർതിരിച്ച് പഠിപ്പിക്കുന്ന ആ വേദഗ്രന്ഥത്തിന്റെ കൃത്യമായ കാര്യത്തെക്കുറിച്ച് നിനക്കറിവ് കിട്ടിയിട്ടില്ലായിരുന്നോ? ഖാല ബലാ യാ റബ്ബ്, ഉണ്ട് റബ്ബേ. എങ്ങനെ ജീവിക്കണം, ഒരു സ്വർഗാവകാശി എങ്ങനെയാവണം, എവിടെയൊക്കെ തീരുമാനങ്ങൾ എടുക്കണം, ആർക്കൊക്കെ വേണ്ടി സ്നേഹിക്കണം, ആർക്കൊക്കെ വേണ്ടി വെറുക്കണം, റബ്ബിനോട് എങ്ങനെ തൃപ്തി കാണിക്കണം, ഇതൊക്കെ പഠിച്ച വ്യക്തിയായിരുന്നു നാദാ ഞാൻ. എന്നിട്ട് ഖാല ഫമാദാ അമിലത്ത് ഫീമാ ഉല്ലിംത, അങ്ങനെ പഠിച്ചതിനനുസരിച്ച് നിനക്ക് ജീവിക്കാൻ പറ്റിയോ? നീ ആ പഠിച്ചു എന്ന് പറഞ്ഞ അറിവിനനുസരിച്ച് നിനക്ക് നിന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ സാധിച്ചോ? കുന്തു, അവൻ തിരിച്ചു പറയും, കുന്തു അഖൂമു ബിഹി ആനാ അല്ലൈലി വആനാ അന്നഹാരി, ഉണ്ട് റബ്ബേ, ഞാൻ അത് ജീവിതത്തിൽ പകർത്തി. അതിനനുസരിച്ച് അങ്ങനെ പകലും രാവിലും
അതിനുവേണ്ടി അധ്വാനിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അതിന്റെ ആളായി ജീവിച്ചിട്ടുണ്ടല്ലോ. ഫയഖൂലുല്ലാഹ്, ആ സമയത്ത് അല്ലാഹുവിന്റെ കൽപ്പന വരും, ലഹു, അവനോട്, കദബ്ത, നീ കളവാണ് പറഞ്ഞത്, നീ കള്ളനാണടോ. വതഖൂലു ലഹുൽ മലായികത്തു, ഉടനെ മലക്കുകളും വിളിച്ചു പറയും, കദബ്ത, കള്ളനാണവൻ, കളവാണവൻ പറഞ്ഞിട്ടുള്ളത്. വയഖൂലുല്ലാഹ്, എന്നിട്ട് അല്ലാഹു തആല വിളിച്ചു പറയും, ബൽ അറദ്ത അൻ യുഖാല, നീ ഉദ്ദേശിച്ചിരുന്നത് അൻ യുഖാല, നിന്നെ കുറിച്ച് പറയണമെന്നായിരുന്നു. ഇന്ന ഫുലാനൻ കാരിഉൻ, ഇവൻ നല്ല ദീനിന്റെ ആളാ, ഖുർആൻ ഓതുന്ന വ്യക്തിയാ, പഠിക്കാൻ താല്പര്യമുള്ളവനാ, അത്യാവശ്യം എല്ലാ രംഗത്തും സജീവമായിട്ട് ഇടപെടുന്നവനാ, ഇവൻ അത്യാവശ്യം നല്ലൊരു വിശ്വാസിയാ, ദീനിന്റെ ആളാ എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനായിരുന്നു നീ അള്ളാഹുവിന്റെ മതത്തിൽ ഇടപെട്ടത്.